ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്നുള്ള ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഗ്രൂപ്പ് 15 കംപ്ലീറ്റ് ചെയ്തു. ദെൻ ഗ്രൂപ്പ് 16 ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യണത്. ഗ്രൂപ്പ് 16 എലമെൻറ്റ്സ്, പി ബ്ലോക്ക് എലമെൻറ്റ്സിലെ ഗ്രൂപ്പ് 16. ഗ്രൂപ്പ് 16 എലമെൻറ്റ്സ് നോക്ക്. ഏതൊക്കെയാണ് 16th ഗ്രൂപ്പ് എലമെൻറ്റ്? ശ്രദ്ധിക്കേണ്ടത് 16th ഗ്രൂപ്പ് എലമെൻ്റ് ആവണമെങ്കിൽ പി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടായിരിക്കണം? ഔട്ടർ മോസ്റ്റ് പി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ വരുമ്പോഴാണ് 16th ഗ്രൂപ്പ് എലമെൻ്റ് ആവുക? നമുക്കറിയാം, പി സബ്ഷെല്ലിൽ ഔട്ടർ മോസ്റ്റ് പി സബ്ഷെല്ലിൽ 4 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അതിൻ്റെ ഗ്രൂപ്പ് എന്തായിരിക്കും? 16th ഗ്രൂപ്പ് ആയിരിക്കും. കാരണം നമ്മളെങ്ങനെ ഗ്രൂപ്പ് കാണാം? പിയിലെ ഇലക്ട്രോണിനോട് കൂടെ പ്ലസ് 12 ആഡ് ചെയ്യുക, 12 ആഡ് ചെയ്യുക, അപ്പോഴാണ് നമുക്ക് ഗ്രൂപ്പ് നമ്പർ കിട്ടുക. സോ ഗ്രൂപ്പ് 16 എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നോക്ക്, ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം ആൻഡ് പൊളോണിയം. ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം. ഇതാണ് ഗ്രൂപ്പ് 16 എലമെൻറ്റ്സ്. ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം. ഈ ഗ്രൂപ്പ് 16 എലമെൻറ്റുകളെ സാധാരണയായിട്ട് വിളിക്കുന്ന ഒരു പേരാണ് ചാൾക്കോജൻസ്. ഇവരെ വിളിക്കുന്ന വേറെ പേരെന്താണ്? ചാൾക്കോജൻസ്. നമുക്കറിയാം, 17th ഗ്രൂപ്പിനെ നമ്മൾ ഹാലജൻ എന്ന് വിളിക്കലുണ്ട്, 18th ഗ്രൂപ്പിനെ നോബിൾ ഗ്യാസ് എന്ന് വിളിക്കും. അതേപോലെ 16th ഗ്രൂപ്പിനെ വിളിക്കുന്ന പേര് ചാൾക്കോജൻസ് എന്നാണ്. കാരണം ഇവർ ഓർ ഫോമിംഗ് എലമെൻറ്റ്സ് ആണ്, ഓറുകൾ ഉണ്ടാക്കുന്ന എലമെൻറ്റുകളാണ് ഗ്രൂപ്പ് 16 എലമെൻറ്റ്സ് അല്ലേ. സാധാരണ ഓക്സൈഡുകളായിട്ടും സൾഫൈഡുകളായിട്ടൊക്കെയാണ് ഓറുകൾ സാധാരണ കാണപ്പെടുക. ഓർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മെറ്റൽസ് നമ്മൾ എവിടെ നിന്നാണോ ഉണ്ടാക്കുന്നത് അതിൻ്റെ ആ ബേസിക് യൂണിറ്റിന് നമ്മൾക്ക് ഓർ എന്ന് വിളിക്കാം. അപ്പോൾ ഓർ ഫോമിംഗ് കപ്പാസിറ്റി ഉണ്ടായതുകൊണ്ടാണ് ഗ്രൂപ്പ് 16 എലമെൻറ്റ്സ് ആർ കോൾഡ് ആസ് ചാൾക്കോജൻസ്. ചാൾക്കോജൻസ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഗ്രൂപ്പ് 16 എലമെൻറ്റ്സിൻ്റെ ഒക്കറൻസ് എവിടെയാണെന്ന് നോക്കാം. ഒക്കറൻസ് ഓഫ് ഓക്സിജൻ ആൻഡ് സൾഫർ, അത് രണ്ടുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിൻ്റെ മുമ്പ് നമുക്ക് ഇതിൻ്റെ കോൺഫിഗറേഷൻ ഒന്ന് നോക്കാം. ഓക്സിജൻ അറ്റോമിക് നമ്പർ എത്ര? അറ്റോമിക് നമ്പർ ഓഫ് ഓക്സിജൻ 8. അപ്പോൾ കോൺഫിഗറേഷൻ എന്തായിരിക്കും? 1s2 2s2 2p4. 1s2 2s2 2p4, 8 ഇലക്ട്രോണായി. അപ്പോൾ നമുക്ക് പിയിൽ എത്ര ഇലക്ട്രോണാണുള്ളത്? 4. അപ്പോൾ ഏത് ഗ്രൂപ്പ് എലമെൻറ്റാ? 4 + 12, ദാറ്റ് ഈസ് 16th ഗ്രൂപ്പ് എലമെൻറ്റ്. അതേ രൂപത്തിൽ തന്നെയാണ് ബാക്കിയൊക്കെ നമുക്ക് വരിക. അത് നമ്മൾ നൈട്രജൻ ഫാമിലിയിൽ ഓരോ നമ്മൾ സെപ്പറേറ്റ് പഠിച്ചതാണ്, അതുകൊണ്ട് ഇത് ഫസ്റ്റ് മാത്രമേ നമ്മൾ നോക്കണുള്ളൂ. അപ്പോൾ ഓക്സിജൻ. ഇനി സൾഫർ കൂടെ ജസ്റ്റ് നിങ്ങളൊന്ന് പറയും. സൾഫറിൻ്റെ അറ്റോമിക് നമ്പർ എത്രയായിരിക്കും? ഇതിനോട് കൂടെ ഒരു 8 കൂടെ ആഡ് ചെയ്യാം, 16. അപ്പോൾ എന്ത് വരും കോൺഫിഗറേഷൻ? 1s2 2s2 2p6. അപ്പോൾ 10 ആയതുകൊണ്ട് നമുക്ക് നിയോണിൻ്റെ കോൺഫിഗറേഷൻ എഴുതാം. നിയോൺ. ദെൻ 3s2 3p4. 3s2 3p4. അപ്പോൾ ലാസ്റ്റ് പിയിൽ 4 ഇലക്ട്രോൺ, അതുകൊണ്ട് 16th ഗ്രൂപ്പ് എലമെൻറ്റ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരിക്കും? പി ബ്ലോക്ക് എലമെൻറ്റ്സ് ഓർ 16th ഗ്രൂപ്പ് എലമെൻറ്റിൻ്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരിക്കും? നമുക്ക് എങ്ങനെ കൊടുക്കാം? ഇവിടെ 3s2 3p4, 2s2 2p4, 4s2 4p4, 5s2 5p4.
ആ ലെവലിലാണ് വരിക. അതുകൊണ്ട് ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് ns2np4. ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? ns2np4. ns2np4 ആണ് 16th ഗ്രൂപ്പ് എലമെന്റിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓക്സിജനും സൾഫറും, ആദ്യത്തെ 2 എലമെന്റ് ഓക്സിജനും സൾഫറും നോൺ മെറ്റലുകളാണ്. ഓക്സിജനും സൾഫറും ഏതാണ്? നോൺ മെറ്റൽ. സെലീനിയവും ടെലൂറിയവും ഈ 2 എലമെന്റുകളും മെറ്റലോയിഡ്സ്. സെലിനിയം ആൻഡ് ടെലൂറിയം ആർ മെറ്റലോയിഡ്സ്. പൊളോണിയം ഈസ് എ റേഡിയോ ആക്റ്റീവ് മെറ്റൽ. പൊളോണിയം എന്താണ്? റേഡിയോ ആക്റ്റീവ് മെറ്റലാണെന്ത്? പൊളോണിയം. ഏകദേശം 14 ദിവസമാണ് അതിൻ്റെ ലൈഫ് ഉള്ളത്. റേഡിയോ ആക്റ്റീവ് മെറ്റലാണ് പൊളോണിയം. ഓക്കെ, ദെൻ നമുക്ക് ഈ ഓക്സിജൻ്റെയും സൾഫറിൻ്റെയും ഒക്കറൻസ് ഏത് രൂപത്തിലാണ് കാണപ്പെടുക എന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. സോ ഒക്കറൻസ് ഓഫ് ഓക്സിജൻ ആൻഡ് സൾഫർ. ഒക്കറൻസ് ഓഫ് ഓക്സിജൻ ആൻഡ് സൾഫർ. ശ്രദ്ധിക്കേണ്ടത് ഓക്സിജൻ്റെ കേസ് നമുക്ക് ആദ്യം എടുക്കാം. ഫസ്റ്റ് എലമെൻ്റ് ആണ് ഓക്സിജൻ, അപ്പോൾ അത് ആദ്യം എടുക്കാം. ഓക്സിജൻ മോസ്റ്റ് അബണ്ടൻ്റ് ഓഫ് ഓൾ ദ എലമെൻറ്റ്സ് ഓൺ എർത്ത്. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എലമെൻറ്റുകളിൽ പെട്ടതാണെന്ത്? ഓക്സിജൻ. മോസ്റ്റ് അബണ്ടൻ്റ് ഓഫ് ഓൾ ദ എലമെൻറ്റ്സ് ഓൺ എർത്ത്. പിന്നെ ഇറ്റ് ഫോംസ് അബൌട്ട് 46.6% ബൈ മാസ് ഇൻ എർത്ത് ക്രസ്റ്റ്. ഭൂവൽക്കത്തിൻ്റെ എർത്ത് ക്രസ്റ്റിൽ ഏകദേശം 46.6% ഓക്സിജൻ ഉണ്ട്. ഓക്സിജൻ 46.6% ഓഫ് എർത്ത് ക്രസ്റ്റ്. 46.6% ഓഫ് എർത്ത് ക്രസ്റ്റ് എന്താണ്? ഓക്സിജനാണ്. അതേപോലെ ഡ്രൈ എയർ കണ്ടെയ്ൻ 21% ഓക്സിജൻ. ഡ്രൈ എയർ കണ്ടെയ്ൻ 21% ഓക്സിജൻ. എയറിൽ എന്തുണ്ട്? ആൾമോസ്റ്റ് 21% ഓക്സിജൻ ഉണ്ട്. ഡ്രൈ എയർ കണ്ടെയ്ൻ 21% ഓക്സിജൻ. അപ്പോൾ ഓക്സിജൻ്റെ ഒക്കറൻസ് നമ്മൾ പഠിച്ചു. മോസ്റ്റ് അബണ്ടൻ്റ് ഓഫ് ഓൾ ദ എലമെൻറ്റ്സ് ഓൺ എർത്ത്. പിന്നെ ഫോംസ് അബൌട്ട് 46.6% ബൈ മാസ് ഓഫ് എർത്ത് ക്രസ്റ്റ്. ദെൻ ഡ്രൈ എയർ കണ്ടെയ്ൻ 21% ഓക്സിജൻ ബൈ വോളിയം. വോളിയം വെച്ച് നോക്കുകയാണെങ്കിൽ 21% എന്തുണ്ട്? ഓക്സിജൻ ഉണ്ട്. ദെൻ നമുക്ക് സൾഫറിൻ്റെ ഒക്കറൻസ് നോക്കാം. സൾഫറിൻ്റെ ഒക്കറൻസ് ശ്രദ്ധിക്കുക. അബണ്ടൻസ് ഇൻ എർത്ത് ക്രസ്റ്റ് ഈസ് 0.03 to 0.1%. എർത്ത് ക്രസ്റ്റിൽ എത്രയുള്ളത്? 0.03 മുതൽ 0.1% വരെയാണ് സൾഫർ ഉള്ളത്. 0.03 to 0.1%. പിന്നെ സൾഫർ സാധാരണ കാണപ്പെടുന്നത് സൾഫൈറ്റുകളായിട്ടും സൾഫൈഡുകളായിട്ടുമാണ്. ഇറ്റ് എക്സിസ്റ്റ് ആസ് സൾഫേറ്റ്സ്, സൾഫേറ്റുകളായിട്ട്. സച്ച് ആസ് ഏതൊക്കെ രൂപത്തിൽ? ജിപ്സം. ഇറ്റ് എക്സിസ്റ്റ് ആസ് സൾഫേറ്റ് സച്ച് ആസ് ജിപ്സം. നോക്കിയ ജിപ്സത്തിൻ്റെ കെമിക്കൽ ഫോർമുല എന്താ? കാൽഷ്യം സൾഫേറ്റ് 2H2O. കാൽഷ്യം സൾഫേറ്റ് 2H2O. ജിപ്സത്തിൻ്റെ രൂപത്തിൽ എന്ത് ചെയ്യും? സൾഫർ കാണപ്പെടുന്നുണ്ട്. സൾഫേറ്റ് ആയിട്ടാണ് കാണപ്പെടുക. സച്ച് ആസ് ജിപ്സം. കാൽഷ്യം സൾഫേറ്റ് 2H2O. അതേപോലെ എപ്സം സാൾട്ടിൻ്റെ രൂപത്തിൽ, എപ്സം സാൾട്ട്
എപ്സം സാൾട്ട് എന്ന് പറഞ്ഞാൽ മഗ്നീഷ്യം സൾഫേറ്റ് 7H2O. മഗ്നീഷ്യം സൾഫേറ്റ് 7H2O, എപ്സം സാൾട്ട്, മഗ്നീഷ്യം സൾഫേറ്റ് 7H2O. അതേപോലെ ബെറൈറ്റ്സ്, ഇത് ഓരോന്നും ഈ പേരും ഫോർമുലയും പഠിച്ചിരിക്കണം. എൻട്രൻസിൽ നിങ്ങൾക്ക് പലപ്പോഴും ആവശ്യം വരാറുണ്ട്. ബെറൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ബേരിയം സൾഫേറ്റ്, ബെറൈറ്റ്സ് ബേരിയം സൾഫേറ്റ്സ്. അപ്പോൾ സൾഫേറ്റുകളുടെ രൂപത്തിൽ സൾഫർ കാണപ്പെടാം. ഏതുപോലെ ജിപ്സം, കാൽഷ്യം സൾഫേറ്റ് 2H2O, എപ്സം സാൾട്ട്, മഗ്നീഷ്യം സൾഫേറ്റ് 7H2O, ബെറൈറ്റ്സ് ബേരിയം സൾഫേറ്റ്. അതേപോലെ സൾഫൈഡുകളായിട്ട് കാണപ്പെടാം. സൾഫൈഡുകൾ, സൾഫൈഡ് ലൈക്ക് ഗലീന, ഗലീന എന്ന് പറഞ്ഞാൽ ലെഡ് സൾഫൈഡ്, PbS, ഗലീന ലെഡ് സൾഫൈഡ്. അതേപോലെ സിങ്ക് ബ്ലൻഡ്, സിങ്ക് ബ്ലൻഡ് മീൻസ് സിങ്ക് സൾഫൈഡ്. സിങ്ക് ബ്ലൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിങ്ക് സൾഫൈഡ്, ZnS, സിങ്ക് സൾഫൈഡ്. അതുപോലെ തന്നെ കോപ്പർ പൈറൈറ്റ്, CuFeS2, കോപ്പർ പൈറൈറ്റ്, CuFeS2. അപ്പോൾ ഈ രൂപത്തിലൊക്കെയാണ് സാധാരണ സൾഫർ കാണപ്പെടാറുള്ളത്. ആ സൾഫേറ്റുകളായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക കൂടുതലായിട്ടും. ഏതുപോലെ ജിപ്സം, എപ്സം സാൾട്ട്, ബെറൈറ്റ്സ്. പിന്നെ സൾഫൈഡുകളായിട്ട് ഗലീന, സിങ്ക് ബ്ലൻഡ് ആൻഡ് കോപ്പർ പൈറൈറ്റ്. പിന്നെ അതേപോലെ തന്നെ ഇറ്റ് ആൾസോ ഒക്കേഴ്സ് ആസ് ഹൈഡ്രജൻ സൾഫൈഡ് ഇൻ വോൾക്കാനോസ്. വോൾക്കാനോകളിൽ ഹൈഡ്രജൻ സൾഫൈഡ് H2S രൂപത്തിലും സൾഫർ കാണപ്പെടുന്നുണ്ട്. പിന്നെ സൾഫർ ഉണ്ടായിരിക്കുക, ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ഓർഗാനിക് മെറ്റീരിയൽ സച്ച് ആസ് എഗ്, പ്രോട്ടീൻ, ഗാർലിക്, ഓനിയൻ, മസ്റ്റാർഡ്, ഹെയർ ആൻഡ് വൂൾ. ഇവിടെ ഒക്കെ എന്തുണ്ട്? സൾഫർ കാണപ്പെടുന്നുണ്ട്. പ്രസൻറ്റ് ഇൻ ഓർഗാനിക് മെറ്റീരിയൽ സച്ച് ആസ് എഗ്, പ്രോട്ടീൻ, ഗാർലിക്, ഒനിയൻ, മസ്റ്റാർഡ്, ഹെയർ ആൻഡ് വൂൾ. ഇനി സെലീനിയവും ടെലൂറിയവും. സെലീനിയവും ടെലൂറിയവും ഫൗണ്ട് ആസ് മെറ്റൽ സെലിനൈഡ് ആൻഡ് ടെലൂറൈഡ് ഇൻ സൾഫൈഡ് ഓർസ്. സെലീനിയവും ടെലൂറിയവും കാണപ്പെടുന്നത് എങ്ങനെയാണ്? മെറ്റൽ സെലിനൈഡും അതേപോലെ തന്നെ മെറ്റൽ ടെലൂറൈഡുമായിട്ടാണ് കാണപ്പെടുക. ദെൻ പൊളോണിയം. പൊളോണിയം ഈസ് എ ഡീകേ പ്രോഡക്റ്റ് ഓഫ് തോറിയം ആൻഡ് യുറേനിയം മിനറൽസ്. പൊളോണിയം എന്നുള്ളത് ഇറ്റ് ഈസ് എ ഡീകേ പ്രോഡക്റ്റ് ഓഫ് തോറിയം ആൻഡ് യുറേനിയം മിനറൽസ്. തോറിയത്തിനെയും യുറേനിയം മിനറൽസിനെയും ഒക്കെ എന്ത് ചെയ്യാം? ഡീകേ സംഭവിച്ചാൽ കിട്ടുന്നതാണ് പൊളോണിയം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് സൾഫറിൻ്റെ എക്സിസ്റ്റൻസ് നമ്മൾ നോക്കി, സൾഫേറ്റുകളും സൾഫൈഡുകളായിട്ടാണ്. പിന്നെ അതേപോലെ തന്നെ ഓക്സിജൻ്റെ എക്സിസ്റ്റൻസ് നോക്കി. സെലീനിയവും ടെലൂറിയവും, സെലീനിയം സെലിനൈഡായിട്ടും ടെലൂറിയം ടെലൂറൈഡായിട്ടും കാണപ്പെടുന്നു. പിന്നെ പൊളോണിയം ഇറ്റ് ഈസ് ദ ഡീകേ പ്രോഡക്റ്റ് ഓഫ് തോറിയം ആൻഡ് യുറേനിയം മിനറൽസ്. ഓക്കെ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഓക്സിജൻ ഫാമിലി. ഓക്സിജൻ ഫാമിലിയിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? നമ്മൾ പഠിച്ചു. ഓക്സിജനും സൾഫറും നോൺ മെറ്റലാണ്. സെലീനിയവും ടെലോറിയവും എന്താണ്? മെറ്റലോയിഡ്സ്. പൊളോണിയം ഈസ് എ മെറ്റൽ, റേഡിയോ ആക്റ്റീവ് മെറ്റലാണ് പൊളോണിയം എന്ന് പറഞ്ഞു. അതിൻ്റെ ഹാഫ് ലൈഫ് എത്രയാണ്? ആൾമോസ്റ്റ് 14 days ആണ്. 13.8 days എന്നാണ് പറയപ്പെടുക. പൊളോണിയത്തിൻ്റെ ഹാഫ് ലൈഫ് എത്രയാണ്? 13.8, 13.8 ദിവസം. പിന്നെ ഓൾ ദീസ് എലമെൻറ്റ്സ് എക്സിബിറ്റ് അല്ലോട്രോപ്പി. ഈ എലമെൻറ്റുകളൊക്കെ, അതായത് ഓക്സിജൻ, സൾഫർ, സെലിനിയം, ടെലൂറിയം, പൊളോണിയം, നമുക്കൊന്ന് എഴുതാം. ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം, ഇവരൊക്കെ എന്ത് കാണിക്കുന്നുണ്ട്? അല്ലോട്രോപ്സ് കാണിക്കുന്നുണ്ട്. ഓൾ ദീസ് എലമെൻറ്റ്സ് എക്സിബിറ്റ് അല്ലോട്രോപ്പി. പിന്നെ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോൾ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും കൂടാണ് ചെയ്യുക. ഇനി നമുക്ക് നോക്കേണ്ടത് ഇവർ കാണിക്കുന്ന ഈ ഓക്സിജൻ ഫാമിലിയിലെ മെമ്പേഴ്സ് കാണിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ്?
പ്രധാനപ്പെട്ട ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ നോക്കാം. ഓക്സിജൻ സാധാരണ കാണിക്കുന്ന പ്രധാനപ്പെട്ട ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2, -1, +1, +2. ഏറ്റവും കോമൺ ആയിട്ട് -2 ആണ് കാണിക്കാറുള്ളത്. പിന്നെ ചില കോമ്പൗണ്ടുകളുടെ കൂടെ വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാം, ഈ മാറ്റങ്ങൾ വരാം. അപ്പോൾ -2, -1, +1, +2 ഇതാണ് ഓക്സിജൻ നോർമലി കാണിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്. സൾഫർ, സെലീനിയം, ടെലൂറിയം ഇവർ ഏതൊക്കെ കാണിക്കുന്നു നോക്കാം. ഇവർ കാണിക്കുന്ന ഓക്സിഡേഷൻ നമ്പറുകളാണ് -2, +2, +4, +6. ഡിപ്പെൻസ് ഓൺ കോമ്പൗണ്ട്. ഏത് കോമ്പൗണ്ടാന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് സൾഫർ, സെലീനിയം, ടെലൂറിയം ഇവർ കാണിക്കുന്ന ഓക്സിഡേഷൻ നമ്പറുകൾ -2, +4, +2, +4, +6. പൊളോണിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആൻഡ് +4. +2 ആൻഡ് +4 കാരണം പൊളോണിയം മെറ്റലാണ്. മെറ്റലാകുമ്പോൾ അവർക്ക് എന്തായാലും പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് +2, +4 കാണിക്കുന്നത്. എന്തുകൊണ്ട് +6 കാണിക്കുന്നുണ്ടാവില്ല? അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കുക. ഗ്രൂപ്പിൽ താഴേക്ക് പോകുമ്പോൾ എന്ത് കൂടും? ഇനേർട്ട് പെയർ എഫക്റ്റ് ഉണ്ടാവും. ഇനേർട്ട് പെയർ എഫക്റ്റ് ഉണ്ടാകുമ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2 യൂണിറ്റ് കുറയുന്നു. അങ്ങനെ എന്ത് ചെയ്യും? പൊളോണിയം ഓൺലി ഷോ +2 ആൻഡ് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിയാക്ഷൻസ് ഓഫ് ഓക്സിജൻ ഫാമിലി. ഓക്സിജൻ ഫാമിലിയിലെ മെമ്പേഴ്സ് അല്ലേ? ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം. പൊളോണിയത്തിൻ്റെ കേസ് നമ്മൾ വല്ലാണ്ട് എടുക്കില്ല. എന്തുകൊണ്ടാണ്? പൊളോണിയം റേഡിയോ ആക്റ്റീവ് എലമെൻ്റാണ്. അപ്പോൾ ഇവരുടെയൊക്കെ റിയാക്ഷൻസ്, അതായത് മറ്റു എലമെൻറ്റുകളുമായിട്ടുള്ള റിയാക്ഷൻസ് എങ്ങനെയാണ് തുടങ്ങിയ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് റിയാക്ടിവിറ്റി വിത്ത് ഹൈഡ്രജൻ. ഹൈഡ്രജനുമായിട്ട് ഇവർ റിയാക്ഷൻ എങ്ങനെയാണ്? റിയാക്ടിവിറ്റി വിത്ത് ഹൈഡ്രജൻ നോക്കുക. ഹൈഡ്രജനുമായിട്ട് ഇവർ റിയാക്ട് ചെയ്തിട്ട് ഈ എലമെൻറ്റുകളൊക്കെ ഓൾ എലമെൻറ്റ്സ് ഓഫ് ദിസ് ഗ്രൂപ്പ് ഫോം ഹൈഡ്രൈഡ്സ് ഓഫ് ദ ടൈപ്പ് H2E. H2E ഈ എലമെൻറ്റുകളൊക്കെ എന്ത് ചെയ്യും? ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രൈഡ് ഫോം ചെയ്യും. ഏത് ഫോമിലുള്ള? H2E എന്നുള്ള ഫോം. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് E എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എലമെൻറ്റാണ്. E എന്ന് പറഞ്ഞാൽ എന്താണ്? എലമെൻറ്റ്. ഏതൊക്കെ? ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം. പൊളോണിയം നമ്മൾ എടുക്കേണ്ട സിൻസ് ഇറ്റ് ഈസ് എ റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്. അപ്പം നമുക്ക് ഈ ഹൈഡ്രൈഡുകൾ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഓക്സിജൻ H2മായി കൂടി ചേരുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? H2O അല്ലേ? ഓക്സിജൻ കൂടി ചേരുമ്പോൾ H2O. സൾഫർ കൂടി ചേർന്നാലോ? H2S. സെലീനിയം ആണെങ്കിലോ? H2SE. സെലീനിയം ഹൈഡ്രൈഡ് അല്ലേ? ഇത് വാട്ടർ, ഇത് ഹൈഡ്രജൻ സൾഫൈഡ്, ഇത് സെലീനിയം ഹൈഡ്രൈഡ്. ദെൻ H2TE. ഇങ്ങനെയാണ് സംഭവിക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇതൊക്കെ ഹൈഡ്രൈഡുകളാണ് അല്ലേ? ആദ്യത്തെ ആളുകളൊക്കെ നോൺ മെറ്റലാണ്, പിന്നെ മെറ്റലോയിഡ്സായി. അപ്പോൾ നമുക്കറിയാവുന്നൊരു കേസ് മെറ്റാലിക് ഓക്സൈഡുകൾ ബേസിക് സ്വഭാവം കാണിക്കും. അത് മെറ്റലിൻ്റെ ഓക്സൈഡുകൾ എന്ത് സ്വഭാവം കാണിക്കും? ബേസിക് സ്വഭാവം കാണിക്കും. മെറ്റലിൻ്റെ ഹൈഡ്രൈഡുകൾ എന്ത് സ്വഭാവം കാണിക്കും? അസിഡിക് സ്വഭാവം കാണിക്കും. മെറ്റലിൻ്റെ ഹൈഡ്രൈഡ് അസിഡിക് സ്വഭാവം കൂടുതലാണ്. അപ്പോൾ നോൺ മെറ്റലിൻ്റെ ഹൈഡ്രൈഡോ അസിഡിക് സ്ട്രെങ്ത് കുറവായിരിക്കും. അപ്പോൾ ഈ കൂട്ടത്തിൽ അസിഡിസിറ്റിയുടെ ഓർഡർ, അസിഡിക് സ്ട്രെങ്ത് എങ്ങനെയാണ് വരിക? അല്ലെ? മെറ്റാലിക് ക്യാരക്ടർ ഇങ്ങോട്ട് പോകുമ്പോൾ കൂടുതലേ ചെയ്യണത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ മോർ അസിഡിക് ആയിട്ട് മാറും. അപ്പോൾ ഇവിടുത്തെ അസിഡിക് സ്ട്രെങ്ത് വിൽ ബി ഇൻ ദിസ് ഓർഡർ. അസിഡിക് സ്ട്രെങ്ത്തിൻ്റെ ഓർഡർ ഇങ്ങനെയാണ് വരിക. H2O ലെസ് ദാൻ H2S ലെസ് ദാൻ H2SC ലെസ് ദാൻ H2TE. ഇതാണ് ഇവിടുത്തെ അസിഡിക് സ്ട്രെങ്ത് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. ഇനി അതേപോലെ തന്നെ റെഡ്യൂസിങ് ക്യാരക്ടറിൻ്റെ ഓർഡർ എന്തായിരിക്കും? റെഡ്യൂസിങ് ക്യാരക്ടറിൻ്റെ ഓർഡറും ശ്രദ്ധിക്കേണ്ടത് H2O റെഡ്യൂസിങ് ഏജൻ്റ് അല്ല. ബാക്കി റെഡ്യൂസിങ് ക്യാരക്ടറിൻ്റെ ഓർഡർ എന്ത് ചെയ്യുക? ഇതേ ഓർഡർ തന്നെ എടുക്കാം. H2S ലെസ് ദാൻ H2SC ലെസ് ദാൻ H2TE.
അപ്പോൾ റെഡ്യൂസിങ് നേച്ചറിൻ്റെ ഓർഡറും ഇത് തന്നെ വരും, റെഡ്യൂസിങ് ക്യാരക്ടർ. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചതാണ് ഈ എല്ലാ എലമെൻറ്റുകളും ഹൈഡ്രജനുമായി കൂടിച്ചേർന്ന് ഹൈഡ്രൈഡ് ഉണ്ടാക്കും. അപ്പോൾ അതിൻ്റെ അസിഡിക് സ്ട്രെങ്ത് എങ്ങനെ വരുന്നു നമ്മൾ നോക്കി. അപ്പോൾ അസിഡിക് സ്ട്രെങ്ത് ഏറ്റവും കുറവായിരിക്കാണ് H2O അല്ലേ, ആൾമോസ്റ്റ് ന്യൂട്രലാണത്. പിന്നെ H2S കുറച്ചും കൂടെ അസിഡിക്കാണ്, H2SE കുറയാൻ കൂടെ കൂടുതലാണ്, H2DE വളരെ കൂടുതലാണ്. അപ്പോൾ സാധാരണ ഡൗൺ ദ ഗ്രൂപ്പ് നമുക്കറിയാം മെറ്റാലിക് ക്യാരക്ടർ കൂടുകയാണ് ചെയ്യുക. അപ്പോൾ മെറ്റൽസിൻ്റെ ഹൈഡ്രൈഡുകൾ എന്ത് സ്വഭാവം കാണിക്കുന്നുണ്ട്, അസിഡിക് സ്വഭാവം കാണിക്കുന്നുണ്ട്. അപ്പോൾ അസിഡിക്സിറ്റിയുടെ ഓർഡർ ഇങ്ങനെ വരും, റെഡ്യൂസിങ് ക്യാരക്ടറും ഇതേ ലെവലിലേക്ക് തന്നെ വരും. ഓക്കെ, ദെൻ ഇവരൊക്കെ ഓക്സിജനുമായിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് നോക്കാം. ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് എലമെൻ്റായ ഓക്സിജൻ ഒഴിവാക്കണം. ബാക്കിയുള്ളവരൊക്കെ ഓക്സിജനുമായിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, ഏത് രൂപത്തിലുള്ള ഓക്സൈഡാണ് കിട്ടുക എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ റിയാക്ഷൻ വിത്ത് ഓക്സിജൻ. Reaction with oxygen. All these elements form acidic oxide. കാരണം ഇവർ പ്രധാനമായിട്ടും നോൺ മെറ്റലുകളാണ്. അപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്യും, ഓക്സിജനുമായി കൂടിച്ചേർന്ന് അസിഡിക് ഓക്സൈഡ് ഫോം ചെയ്യും. ഏത് ടൈപ്പിലുള്ള അസിഡിക് ഓക്സൈഡാണ്, EO3 എന്നുള്ള ടൈപ്പിലാണ് അല്ലേ. അസിഡിക് ഓക്സൈഡ് രണ്ട് ടൈപ്പ് ഉണ്ടാക്കും, EO2 ആൻഡ് EO3. നോക്കുക, നമുക്കറിയാം ഈ എലമെൻ്റ് ഇവിടുത്തെ ഈ ഗ്രൂപ്പിലെ എലമെൻറ്റാണ്. ഓക്സൈഡ് ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഈ ഒരു ഓക്സിജൻ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മളെ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഓക്സിജനെ തൽക്കാലം ഡിസ്കാർഡ് ചെയ്യാം. അപ്പോൾ പിന്നെ ഫസ്റ്റ് എലമെൻറ്റ് സൾഫർ എടുക്കുക. ആ സൾഫർ O2മായി റിയാക്ട് ചെയ്ത് എന്തുണ്ടാവും, SO2 സൾഫർ ഡയോക്സൈഡ് ഉണ്ടാവും. ഈ ഫോം ആണെങ്കിലോ സൾഫർ ട്രയോക്സൈഡ് ഉണ്ടാവും. അപ്പോൾ SO2 SO3 ഒക്കെ ഇവർ ഫോം ചെയ്യും. അതേപോലെ സെലിനിയം ഡയോക്സൈഡും സെലിനിയം ട്രയോക്സൈഡ്, ടെലൂറിയം ഡയോക്സൈഡ്, ടെലൂറിയം ട്രയോക്സൈഡ്, ഇങ്ങനെയാണ് ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷൻ. പിന്നെ ഹാലജനുമായിട്ട് എങ്ങനെ റിയാക്ഷൻ നടക്കുന്നു നോക്കാം. ഹാലജൻ അല്ലേ, 17th ഗ്രൂപ്പ് എലമെൻറ്റ് അതായത് ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ നമുക്കറിയാം. ഈ ഹാലജനുമായിട്ട് ഇവർ റിയാക്ഷൻ നടന്നാൽ ഏതൊക്കെ രൂപത്തിലുള്ള ഹാലൈഡുകൾ ഫോം ചെയ്യുന്നു. ഹാലജനുമായിട്ട് റിയാക്ഷൻ നടന്നാൽ ഇവർ 3 ടൈപ്പ് ഹാലൈഡുകളാണ് ഫോം ചെയ്യുക. ഏതൊക്കെയാണ് 3 ടൈപ്പ് ഹാലൈഡുകൾ? EX6, EX4 ആൻഡ് EX2. EX6, EX4, EX2 ഈ 3 രൂപത്തിലുള്ള ഹാലൈഡുകളാണ് ഓക്സിജൻ ഫാമിലിയിലെ മെമ്പേഴ്സ് ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ ഹാലജനുമായിട്ട് റിയാക്ട് ചെയ്ത് ഹാലൈഡുകൾ, ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് ഓക്സൈഡുകൾ, പിന്നെ അതേപോലെ തന്നെ ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രൈഡുകൾ. ഇതൊക്കെയാണ് ഓക്സിജൻ ഫാമിലിയിലെ മെമ്പേഴ്സിൻ്റെ കെമിക്കൽ റിയാക്ഷനിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. ഓക്കെ, ഫസ്റ്റ് മെമ്പർ അനോമലിറ്റി ഓഫ് ഓക്സിജൻ. 16th ഗ്രൂപ്പ് എലമെൻറ്റിലെ ഫസ്റ്റ് എലമെൻ്റ് ആരാണ്? ഓക്സിജനാണ്. ഈ ഫസ്റ്റത്തെ എലമെൻ്റായ ഓക്സിജന് ബാക്കിയുള്ള എലമെൻറ്റിൽ നിന്നും എന്തൊക്കെ വ്യത്യാസപ്പെടുന്നു, അതാണ് ഫസ്റ്റ് മെമ്പർ അനോമലിറ്റിയിൽ നമ്മൾ പഠിക്കുക. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓക്സിജൻ ഈസ് എ ഗ്യാസ് ബട്ട് അതേഴ്സ് ആർ സോളിഡ്സ്. ഓക്സിജൻ എന്താണ്? ഗ്യാസ് ആണ്, ബാക്കിയുള്ളവരൊക്കെ സോളിഡുകളാണ്. അതേഴ്സ് ബാക്കി എലമെൻറ്റുകളൊക്കെ എന്താണ്? സോളിഡ് സ്റ്റേറ്റിലാണ് കാണപ്പെടുക. ഓക്സിജൻ ഈസ് എ ഗ്യാസ് ബട്ട് അതേഴ്സ് ആർ സോളിഡ്. പിന്നെ ഓക്സിജൻ മോളിക്യൂൾ എങ്ങനെയാണ്? ഡയാറ്റോമിക് ആണ്. O2 എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുക. ഓക്സിജൻ മോളിക്യൂൾ ഈസ് ഡയാറ്റോമിക് ബട്ട് അതേഴ്സ് ആർ ടെട്രാ അറ്റോമിക്. അപ്പോൾ ഓക്സിജൻ എന്താണ്? ഡയാറ്റോമിക്. ബാക്കിയുള്ള മോളിക്യൂളുകൾ ടെട്രാ അറ്റോമിക് ആണ്. അതുപോലെ തന്നെ ഓക്സിജൻ ക്യാൻ ഫോം p-pi മൾട്ടിപ്പിൾ ബോണ്ട് വിത്ത് ഓക്സിജൻ ആറ്റം. ഓക്സിജൻ തമ്മിലുള്ള ബോണ്ട് ഡബിൾ ബോണ്ടാണ്, O ഡബിൾ ബോണ്ട് O. അപ്പോൾ അവിടെ പൈ ബോണ്ട് ഉണ്ട്, ഒരു പൈ ബോണ്ടേ ഉള്ളൂ. അപ്പോൾ ഓക്സിജൻ ക്യാൻ ഫോം p-pi ബോണ്ടിങ് വിത്ത് അതർ ഓക്സിജൻ ആറ്റംസ്.
ബാക്കിയുള്ള ആളുകൾക്ക് ഡി ഓർബിറ്റൽ കൂടെ പ്രസൻ്റാണ്. ഓക്സിജൻ്റെ താഴെ സൾഫർ മുതൽ താഴേക്കുള്ളവർക്കൊക്കെ ഡി ഓർബിറ്റൽ കൂടെ പ്രസൻ്റ് ആയതുകൊണ്ട് ദ ക്യാൻ ഫോം ഡി പൈ പി പൈ മൾട്ടിപ്പിൾ ബോൺസ്. അത് ഓക്സിജൻ്റെ കേസിൽ പി പൈ മൾട്ടിപ്പിൾ ബോണ്ട്, കാരണം പി ഓർബിറ്റൽ വരെ മാക്സിമം ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, ഡി പൈ പി പൈ മൾട്ടിപ്പിൾ ബോണ്ട് കൂടെ ഫോം ചെയ്യുന്നുണ്ട്. കാരണം അവിടെ എന്തുണ്ട്, ഡി ഓർബിറ്റൽ അവൈലബിൾ ആണ്. പിന്നെ നോക്കുക, വാട്ടർ H2O, അല്ലെ നമുക്ക് രണ്ട് കോമ്പൗണ്ട് എടുക്കാം, H2Oയും എടുക്കാം H2Sഉം എടുക്കാം. ഓക്സിജനും സൾഫറും ഒരേ ഗ്രൂപ്പിൽ തൊട്ട് താഴെയുള്ള എലമെൻ്റാണ്. ബട്ട് വാട്ടർ ഈസ് എ ലിക്വിഡ്. വാട്ടർ ലിക്വിഡാണ്. H2S എന്താണ്, ഗ്യാസാണ്. എന്തുകൊണ്ട് H2O ലിക്വിഡായി? ബിക്കോസ് ഓഫ് ഇൻ്റർമോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ബിറ്റ്വീൻ വാട്ടർ മോളിക്യൂൾസ്. വാട്ടർ മോളിക്യൂളിൽ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള ബോണ്ട് എന്താണ്, ഇൻ്റർമോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. അപ്പോൾ അതുകൊണ്ട് ഇൻ്റർമോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടായതുകൊണ്ട് വാട്ടർ എന്ത് സ്റ്റേറ്റിൽ കാണപ്പെടുന്നു, ലിക്വിഡ് സ്റ്റേറ്റിൽ കാണപ്പെടുന്നു. H2Sലോ ഇൻ്റർമോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ട് ഇല്ല, അതുകൊണ്ട് H2S ഈസ് ഗ്യാസ്. H2O is liquid while H2S is gas. Why? Because of intermolecular hydrogen bonding in H2O. It exists as liquid. In H2S, there is no intermolecular hydrogen bonding is present. Okay. പിന്നെ അതേപോലെ തന്നെ ഓക്സിജൻ്റെ കൂടെ നിൽക്കാവുന്ന ആളുകളുടെ എണ്ണം, മാക്സിമം കോവാലൻസി ഓഫ് ഓക്സിജൻ ഈസ് 4. മാക്സിമം കോവാലൻസി ഓഫ് ഓക്സിജൻ, കോവാലൻസി ഓഫ് ഓക്സിജൻ ഈസ് 4. കാരണം ഓക്സിജനിൽ എന്തില്ല, ഡി ഓർബിറ്റൽ അവൈലബിൾ അല്ല. ബാക്കിയുള്ളവർക്കൊക്കെ എന്ത് ചെയ്യാം, കോവാലൻസി എക്സ്റ്റെൻഡ് ചെയ്യാം, ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും, കാരണം അവിടെ ഡി ഓർബിറ്റൽ അവൈലബിൾ ആണ്. അപ്പോൾ മാക്സിമം കോവാലൻസി ഓഫ് ഓക്സിജൻ ഈസ് 4. അതേഴ്സ് ക്യാൻ ഷോ ബിയോണ്ട് 4 because of the presence of vacant d subshell. Because of the presence of vacant d subshell. ഓക്കെ, ഇതാണ് ഓക്സിജൻ എന്നുള്ള ഫസ്റ്റ് മെമ്പറിൻ്റെ അനോമലസ് ബിഹേവിയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്സിജൻ്റെ പ്രിപ്പറേഷൻ ഓഫ് ഓക്സിജൻ എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. ഒരു മെത്തേഡ്, പൊട്ടാസ്യം ക്ലോറേറ്റിനെ തെർമൽ ഡീകമ്പോസിഷൻ നടത്താം. 2KClO3 അതിന് നമ്മൾ ഹീറ്റ് ചെയ്യുക, ഡീകമ്പോസിഷൻ നടക്കുക, അതായത് ഹീറ്റ് ചെയ്യുക. 2KClO3ക്ക് ഡീകമ്പോസിഷൻ നടന്നാൽ നമുക്ക് എന്താ കിട്ടുക, 2KCl + 3O2. 2KCl + 3O2 നമുക്ക് എന്ത് ചെയ്തു, ഓക്സിജൻ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടി. അപ്പോൾ ഡീകമ്പോസിഷൻ ഓഫ് പൊട്ടാസ്യം ക്ലോറേറ്റ് 2KClO3 gives 2KCl + 3O2. ഈ റിയാക്ഷൻ വേഗം നടക്കാൻ വേണ്ടി നമ്മൾ കാറ്റലിസ്റ്റായിട്ട് MnO2 മാംഗനീസ് ഡയോക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. കാറ്റലിസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യും, മാംഗനീസ് ഡയോക്സൈഡ് ഉപയോഗിക്കാം. പിന്നെ ബൈ ദ തെർമൽ ഡീകമ്പോസിഷൻ ഓഫ് ഓക്സൈഡ്സ് ഓഫ് മെറ്റൽ വിച്ച് ആർ പ്രസൻറ്റ് ലോ ഇൻ ദ ഇലക്ട്രോകെമിക്കൽ സീരീസ്. ഇലക്ട്രോകെമിക്കൽ സീരീസിൽ താഴെ കിടക്കുന്ന മെറ്റലിൻ്റെ ഓക്സൈഡുകൾ, ഇപ്പോൾ സിൽവറിൻ്റെ ഓക്സൈഡ്, മെർക്കുറിയുടെ ഓക്സൈഡ്, ഇവരൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡീകമ്പോസിഷൻ നടന്നിട്ട് അവിടുന്ന് ഓക്സിജൻ ഉണ്ടാക്കാം. നോക്കാം. അപ്പോൾ രണ്ടാമത്തെ മെത്തേഡായിട്ട് നോക്കാം, സിൽവറിൻ്റെ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ Ag2O എന്ന് വരും. അപ്പോൾ നമ്മൾ 2Ag2O എടുക്കാം, എന്നിട്ട് ഡീകമ്പോസിഷൻ നടത്താം. എന്താ കിട്ടുക, എത്ര Ag ഉണ്ട് ഇവിടെ, 4 Ag, 2 ഓക്സിജനും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും 4Ag + O2. 2Ag2O gives 4Ag + O2. 2Ag2O gives 4Ag + O2. അതേപോലെ തന്നെ മെർക്കുറിക് ഡയോക്സൈഡ് എടുക്കുക, 2HgO gives, ഡീകമ്പോസിഷൻ നടക്കുക, എങ്ങനെ കിട്ടും, 2Hg + O2. 2Hg + O2. അതായത് തെർമൽ ഡീകമ്പോസിഷൻ ഓഫ് മെറ്റൽ ഓക്സൈഡ്. ഏത് രൂപത്തിലുള്ള മെറ്റൽ ഓക്സൈഡാണ്,
ആ മെറ്റൽ എവിടെ കിടക്കുന്നത്? ഇലക്ട്രോകെമിക്കൽ സീരീസിൽ ഏറ്റവും താഴെയുള്ള മെറ്റലുകൾ അല്ലെ, സിൽവർ, മെർക്കുറി, ഗോൾഡ്, ആ ഭാഗത്ത് കിടക്കുന്ന മെറ്റലുകളുടെ കേസാണ് ഈ പറഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ ബൈ ദ തെർമൽ ഡീകമ്പോസിഷൻ ഓഫ് ഹയർ ഓക്സൈഡ്സ് ഓഫ് സം മെറ്റൽസ്, ചില മെറ്റലുകളുടെ ഹയർ ഓക്സൈഡ് ഉണ്ടാവും, അതിനെയും ഡീകമ്പോസിഷൻ നടത്തിയിട്ട് എന്ത് ചെയ്യാം? ഓക്സിജൻ നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടാം. നോക്കാം. ലെഡ് ഓക്സൈഡ് 2Pb3O4, അതാണ് ഹയർ ഓക്സൈഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. (2Pb3O4) gives 6PbO. ലെഡ് ഓക്സൈഡ് കിട്ടി, 6PbO. ഇനി എന്താ അവിടെ ബാക്കി ഉണ്ടാവുക? അപ്പോൾ ടോട്ടൽ 6 ലെഡ് 6 Pb നമ്മൾ കൊടുത്തു, 2 × 4 8 ഓക്സിജൻ, അതിൽ 6 കൊടുത്തു, ബാക്കി ആരുണ്ടാവും? ഒരു O2 ഉണ്ടാവും. അപ്പോൾ 2Pb3O4 gives 6PbO plus O2. അതേപോലെ തന്നെ 2PbO2 gives 2PbO plus O2. ഈ റിയാക്ഷനൊക്കെ വളരെ സിമ്പിളാണ്, നിങ്ങളൊന്ന് മനസ്സിലാക്കി പഠിക്കണത്. കാരണം ചിലപ്പോൾ അത് കംപ്ലീറ്റ് ദ ഫോളോയിങ്ങിലൊക്കെയാണ് ചിലപ്പോൾ ഈ ഭാഗങ്ങൾ വരും കേട്ടോ. ഈ ഒരു പ്രോഡക്റ്റ് തരൂല, ബാക്കി തരും, അങ്ങനെയൊക്കെ ചോദിക്കാം. 2PbO2 gives 2PbO plus O2. പിന്നെ നമുക്കറിയാവുന്ന വേറൊരു മെത്തേഡാണ് ഹൈഡ്രജൻ പെറോക്സൈഡിന് ഡീകമ്പോസിഷൻ നടക്കുക ഇൻ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് MnO2. മാംഗനീസ് ഡയോക്സൈഡിൻ്റെ പ്രസൻസിൽ ഹൈഡ്രജൻ പെറോക്സൈഡിന് ഡീകമ്പോസിഷൻ നടക്കാം. നമുക്കിവിടെ എഴുതാം 2H2O2 gives, ഹൈഡ്രജൻ പെറോക്സൈഡ് ഡീകമ്പോസിഷൻ നടക്കാൻ എന്താ കിട്ടുക? 2H2O plus O2. 2H2O plus O2. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ലെവലിൽ നമുക്ക് ഓക്സിജൻ ഉണ്ടാക്കാൻ പറ്റും. ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡിലൂടെ നമുക്ക് ഓക്സിജൻ ഉണ്ടാക്കാം. പിന്നെ അതേപോലെ തന്നെ വാട്ടറിൻ്റെ ഇലക്ട്രോളിസിസ് നടത്താം, H2O ഇലക്ട്രോളിസിസ് നടത്താം. അപ്പോൾ എന്ത് സംഭവിക്കും? ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറും. ഹൈഡ്രജൻ എവിടെ? അറ്റ് ക്യാഥോഡ്, ഓക്സിജൻ ഈസ് അറ്റ് ആനോഡ്. അപ്പോൾ ബൈ ദ ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ, ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രജൻ ക്യാഥോഡിലും ഓക്സിജൻ ആനോഡിലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ അടുത്തൊരു മെത്തേഡായിട്ട് എഴുതണം ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ. അപ്പോൾ ഹൈഡ്രജൻ എവിടെയാണ് ഉണ്ടാവുക? ക്യാഥോഡ്. ഓക്സിജൻ ഈസ് അറ്റ് ആനോഡ്. ഹൈഡ്രജൻ ക്യാഥോഡിലും ഓക്സിജൻ ആനോഡിലും ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് ഇൻഡസ്ട്രിയലി ഓക്സിജൻ സാധാരണ പ്രിപ്പയർ ചെയ്യണത് ഇറ്റ് ഈസ് ഫ്രം എയറിൽ നിന്നാണ്. ഫസ്റ്റ് റിമൂവിങ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ വേപ്പർ. എയറിൽ നിന്ന് ആദ്യം എന്ത് ചെയ്യുക? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ വേപ്പറൊക്കെ റിമൂവ് ചെയ്യുക. ദെൻ അതിനെ ലിക്വിഫൈ ചെയ്യുക, ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറ്റുക. അതിൻ്റെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്താം. ആദ്യം എയറിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ വേപ്പറും റിമൂവ് ചെയ്തിട്ട് അതിനെ ലിക്വിഫൈ ചെയ്യുക. ദെൻ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, ദ റിമൈനിങ് ഗ്യാസസ് ടു ഗീവ് N2 ആൻഡ് O2. ഫ്രാക്ഷണലി ഡിസ്റ്റിലേറ്റ് ചെയ്യുമ്പോൾ അവിടെ ബാക്കി എല്ലാ സാധനവും പോയി കഴിഞ്ഞിട്ട് നൈട്രജനും ഓക്സിജനും മാത്രം കിട്ടും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഓക്സിജൻ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഓക്സിജൻ്റെ പ്രധാനപ്പെട്ട പ്രിപ്പറേഷൻ മെത്തേഡുകൾ.